അമിത ജനസംഖ്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ വെള്ളത്തിന്റെ കാര്യം പൂർണ്ണമായും മറന്നുപോകുന്നു. മനുഷ്യന് ഫ്രഷ് വാട്ടർ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ഭൂമിയുടെ ഉൾക്കൊള്ളാവുന്ന പരമാവധി ശുദ്ധജല സംഭരണ ശേഷി അത് ഇന്ന് ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ ആവശ്യത്തെക്കാൾ കുറഞ്ഞു കഴിഞ്ഞു. നിലവിൽ തന്നെ ലോക ജനസംഖ്യയുടെ 25% ജലക്ഷാമം എന്ന പ്രശ്നം അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇനിയും ഇവിടെ ജനസംഖ്യ വർദ്ധിപ്പിച്ചാൽ എന്തായിരിക്കും ഈ ഭൂമുഖത്ത് സംഭവിക്കുക? ഗ്രൗണ്ട് വാട്ടർ ലെവൽസ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗംഗാ സമതലങ്ങളിൽ ഭൂഗർഭജലനിരപ്പ് ഭയാനകമാംവിധം താഴേക്ക് പോയിരിക്കുന്നു. ജനസംഖ്യ വർദ്ധിപ്പിച്ചാൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളം എവിടെ നിന്ന് കിട്ടും? അവരെല്ലാം ദാഹിച്ചു മരിക്കേണ്ടി വരും. ഭൂഗർഭജലം റീചാർജ് ചെയ്യുന്ന അക്യുഫറുകൾ വീണ്ടും നിറയാനും അവയുടെ പ്രവർത്തനം പൂർത്തിയാക്കാനും ആയിരക്കണക്കിന് വർഷങ്ങൾ ആവശ്യമാണ്. എന്നാൽ നമ്മൾ ഓരോ വർഷവും നമ്മുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ വെള്ളം എവിടെ നിന്ന് കിട്ടും? നമ്മുടെ മുമ്പിൽ നമ്മൾ ഈ കാണുന്ന നീർത്തടം പോലുള്ള ശുദ്ധമായ വെള്ളം കാണുന്നത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മാറും. വെള്ളത്തിനു വേണ്ടി ഈ ലോകത്ത് വലിയ ലോകയുദ്ധങ്ങൾ തന്നെ നടന്നേക്കാം. നമ്മൾ പണ്ട് എണ്ണയെ സ്വർണം എന്ന് വിളിച്ചിരുന്നില്ലേ? ഓയിൽ ഇസ് ഗോൾഡ്. പിന്നീട് ഡാറ്റ ഇസ് ഗോൾഡ്, അഥവാ ഡാറ്റ എന്നാൽ അതിയായ വിലയുള്ള ഒന്നാണ് എന്നായി. ഇനി വാട്ട് ഈസ് ഗോൾഡ് എന്ന് പറയേണ്ടി വരും. ഭൂമി ഏകദേശം 1.25 വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ 1 വർഷം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്നു. ആഹാരമെന്നാൽ ഭക്ഷണം മാത്രമല്ല, എല്ലാത്തരം ഉപഭോഗങ്ങളുമാണ്. ജനസംഖ്യ വർദ്ധിപ്പിച്ചാൽ ഇവർക്കെല്ലാം എവിടെ നിന്ന് ആഹാരം നൽകും? ഇന്ന് ലോകത്തുള്ള ജനസംഖ്യയുടെ അളവ് കുറയുക തന്നെ വേണം. അതോടൊപ്പം പെർ ക്യാപിറ്റൽ കൺസംഷന്റെ അളവും തീർച്ചയായും കുറയേണ്ടതുണ്ട്. ഇവ രണ്ടും കുറഞ്ഞാൽ മാത്രമേ ലോകത്ത് മാറ്റമുണ്ടാകൂ. ക്ലൈമറ്റ് ചേഞ്ച് അമിത ജനസംഖ്യയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ്. ലോകത്ത് അമിത ജനസംഖ്യ ഇല്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ജനസംഖ്യാ വർധനവ് തന്നെയാണ്.